നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കി സിമ്പിൾ പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി 1.5 ലിറ്റർ പാല് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് അര ഗ്ലാസ് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല, നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാലവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളിത് റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു റവയും കൂടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇത്ര ഐറ്റംസേ ഉള്ളൂ, നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ പുഡിംഗ് ആണ് കേട്ടോ. പുഡിംഗ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്ന അടിപൊളി പുഡിംഗാണിത്. ഇപ്പോൾ നമ്മുടെ പാൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം, കാരണം റവയാണ്, പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടി കാണാനുള്ള പാത്രം എടുക്കാൻ നോക്കാം കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് കുറുകി വരുന്നൊരു പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര 6 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുഡിങ്ങിൽ നമ്മളെപ്പോഴും കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം തണുത്ത് കഴിഞ്ഞാൽ മധുരം കുറച്ച് കുറഞ്ഞ ഫീലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം കൂടിയ രീതിയിലായിരിക്കണം നമ്മൾ പുഡിങ്ങിന് മധുരം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എസൻസ് ആണ്. മിൽക്കിൻ്റെ എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്കിൻ്റെ എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 ഡ്രോപ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 3 തുള്ളിയാണ് മിൽക്കിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുക. കാരണം ഭയങ്കര സ്മെല്ലാണ് മിൽക്കിൻ്റെ എസൻസിന്. അപ്പോൾ 3 തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 1/4 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം നമ്മുടെ മധുരം കൂടി ചെക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ് ആയാൽ മതി. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ട്രേയിലൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രീസറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വെക്കാം. അതല്ല ഇനി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. എന്നാലേ സെറ്റാക്കിയിട്ടുള്ളൂ, ഇതേപോലെ സെറ്റാക്കിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് സൂഫ്ലേ പോലെ കോരി കഴിക്കാവുന്ന അടിപൊളി ഡിസേർട്ടാണ്.